ഇപ്പോൾ ഇയാളെ പ്രതിയെ ജയിലിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ജയിലിലേക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു. ഇറക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അതിലേക്കാണ് കോടതിയിൽ ഹാജരാക്കുക, കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഇനിയുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ചെന്താമരയുമായി ഒരു ഇപ്പോൾ പുറത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കോടതിയിലേക്കാണോ അതോ മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണ വഴികളിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ബാക്കിയുണ്ടോ എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. എന്നാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തെളിവുകളും ശേഖരിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതി ചെന്താമരയെ പോലീസ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് നാട്ടുകാരുടെ വലിയ കൂക്കുവിളികളും പ്രതിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസ് പ്രതിയുമായി പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അത് തൊട്ടടുത്ത ഒരു കോമ്പൗണ്ടിലേക്ക്, സ്റ്റേഷന് തന്നെ തൊട്ടടുത്തുള്ള ഒരു കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അനുമോദം, എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ പ്രതിയുമായി പോലീസ് എങ്ങോട്ടാണ്? എന്തെങ്കിലും വിവരമുണ്ടോ? രഞ്ജിത്ത്, DYSP ഓഫീസിലേക്കാണ് ഇപ്പോൾ പ്രതിയെ കൊണ്ടുപോയിട്ടുള്ളത്. നേരത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളെ ഇപ്പോൾ DYSP ഓഫീസിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. DYSP ഓഫീസിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടേക്കാണ് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് DYSP ഓഫീസ് ഉള്ളത്. അവിടേക്കാണ് ഇപ്പോൾ ഈ പ്രതിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ അത് കൃത്യമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് ഒരു തരത്തിലും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷകൾക്ക് ലഭിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നടപടി ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ 4:30 കൊണ്ടുപോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇനിയിപ്പോൾ അല്പം നേരത്തെ ആകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്നറിയാം നമ്മൾ DYSP ഓഫീസിൻ്റെ മുൻപിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. എന്നറിയാം എപ്പോൾ ഇയാളെ ഇനി പുറത്തിറക്കുമെന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇയാളെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. തൊട്ടടുത്തുള്ള ഒരു കോമ്പൗണ്ടിലേക്കാണ് ഇയാളെ കൊണ്ടുപോയത്. ഒരുപക്ഷെ ചോദ്യം ചെയ്യലിനും മറ്റ് തെളിവെടുപ്പുകളും ഒക്കെ ആയിട്ടായിരിക്കാം. ഇതിനിടെ ചെന്താമരയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ചെന്താമരയുടെ അമ്മയും സഹോദരന്റെ ഭാര്യയും ന്യൂസ് 18 പറഞ്ഞത്. ജാമ്യം കിട്ടാനായി തങ്ങൾ ഇടപെട്ടിട്ടില്ലെന്നും പുറത്തുവരുന്ന വാർത്തകൾ തെറ്റെന്നും കുടുംബം വ്യക്തമാക്കി. സജിതന് ചെയ്ത പിന്നെ ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചില്ല. അതോടെ പഴക തീർന്നു എന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ 5 കൊല്ലം മുന്നേ ഇപ്പോൾ വന്നിട്ട് ചെയ്തപ്പോൾ എന്ത് പകയെന്ന് നമുക്ക് അറിയില്ല. കോടതി എന്താണ് തീരുമാനിക്കണം, കോടതി പോലീസ് നമുക്ക് അവരിൻ്റെയാണ് സപ്പോർട്ട് ഉള്ളത്, നിങ്ങളുടെയും. അതെന്താ തീരുമാനിക്കണം അത് നേടിക്കൊടുക്കണം. മന്ത്രിമാരും അവരെന്താ പറഞ്ഞാൽ അവരിൻ്റെ ഇത് ചെയ്തു കൊടുക്കണം. വിശ്വാസം, അവരിന് വിശ്വാസം. നമുക്ക് ഈ കോടതി എന്താ തീരുമാനിക്കണത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയല്ലേ തീരുമാനിക്കണത്. കോടതി ഈ കുട്ടികളുടെ അത് നോക്കിയിട്ട് ചെയ്യണം. അതും നാട്ടുകാരും ഇന്നലെ പോലീസുകാരും നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവൻ്റെ മേലെ ഒരു ഇതുമില്ല. അവർ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നാട്ടുകാർക്ക് ഇനി വെളിയിൽ വിട്ടു പറഞ്ഞാൽ ഇനി അവൻ കൊല്ലും മട്ടാണ് നടക്കുന്നത്. ഇനി 2-3 ആളിനെ കൊല്ലും മട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അവനെ ഇനി തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്ന് ഞങ്ങളുടെ ഈ കുട്ടികൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അതാണ് താല്പര്യം. അതാണ് സാഹചര്യം. പുറത്തുവരുന്ന വാർത്തകൾ തെറ്റാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഇയാളൊരു ഏകാന്തനായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. കുടുംബവുമായി ബന്ധങ്ങളൊന്നുമില്ല എന്നാണ് സഹോദരിയും മറ്റും പറയുന്നത്. അവർക്കും വലിയ പ്രയാസമുണ്ട്. മറ്റു ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകണം. ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയത് മുതൽ ആദ്യഘട്ടം മുതൽ തന്നെ കേൾക്കുന്ന പേരാണ്. ഈ ജാമ്യം നൽകാനായി സമീപിച്ചത് ഈ ജ്യേഷ്ഠനും അതുപോലെ തന്നെ അമ്മയുമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ആദ്യം മുതൽ തന്നെ വന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ചെന്താമരയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. ചേച്ചി, ഈ ജാമ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട്? ചെന്താമരയാണ് ജാമ്യം, നിങ്ങളുടെ ഭർത്താവോ അമ്മയോ, ചെന്താമരയുടെ അമ്മയോ ആണോ ജാമ്യം
നൽകാൻ വേണ്ടി? ഇല്ല ഞങ്ങൾക്ക് ഈ ജാമ്യം ഇറങ്ങിയതായിട്ട് ഞങ്ങൾക്ക് ഒരൊറ്റ ബന്ധവുമില്ല. ഞങ്ങൾ കൊടുത്തിട്ടുമില്ല, ഞങ്ങൾ ഇറക്കിയിട്ടുമില്ല. അത് എവിടെ വേണമെങ്കിലും ഞങ്ങൾ പറയാം, ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ ചെന്താമരയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊന്നും അയാൾക്ക് വർഷങ്ങളായി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു ലവ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് പോയിട്ട് കുറേയായി. അപ്പം അവരവിടെ ഞങ്ങൾ ഇവിടെ തറവാട്ടിൽ ഒരു ബന്ധവും ഒരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലും എന്താ അമ്മയെന്ന് പറഞ്ഞ് വരും പോകും. അതല്ലാണ്ട് കഴിക്കാനോ തിന്നാനോ ഒന്നും നിൽക്കില്ല. വരും അങ്ങനെ അമ്മേൻ്റെ അടുത്ത്. ഇത് തറവാട്ട് വീടായതുകൊണ്ട് അയാൾ വരുന്ന ഞങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല. ഞങ്ങൾ എതിർത്തു പറഞ്ഞ് ഞങ്ങൾക്ക് ഭീഷണിയായല്ലോ. ഞങ്ങളുടെ വരുന്നതും ചെയ്താലും ഞങ്ങൾക്കും പേടിയുണ്ട്. അങ്ങനെ ചെയ്ത ആളല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പേടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇതുപോലെ കൊല ചെയ്തിട്ട് വന്നപ്പോൾ ഞങ്ങളായിരുന്നു അതിനെ പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് ഭക്ഷണം പറഞ്ഞ് വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നീ എന്നെ ഒറ്റിക്കൊടുത്തൂലേ എന്നുള്ളത് ആളോ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു വൈരാഗ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴെങ്കിലും ഇങ്ങനെ അമ്മ എന്നുള്ള ഇതിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വരും. വന്നാൽ അമ്മയുടെ അടുത്ത് 2 വർത്തമാനം പറയും, അപ്പം തന്നെ പോകും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അയാളെ വരണ്ടെന്നോ എടുക്കണ്ടെന്നോ പറയാൻ ഞങ്ങൾക്കും പേടിയുണ്ട്. ഞങ്ങളെ വലുതും ചെയ്താലോ. ഇത്തവണ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ചെന്താമര വന്നിരുന്നു ഇങ്ങോട്ട് തറവാട്ടിലോട്ട്? ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അമ്മനെ കാണാൻ എന്താണ് 1 മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കണ്ടു, ഒരു 5 മിനിറ്റ് വർത്തമാനം പറയും, അപ്പം തന്നെ അയാളുടെ വീട്ടിലേക്ക് പോകും. അല്ലാതെ ഈ ഒളിവിൽ പോയതിനു ശേഷം ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ടില്ല? അതായത് ഈ കൊലപാതക സുധാകരനെയും അമ്മേനെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ല. ഇപ്പോ നിങ്ങളാണ് ഇയാൾക്ക് കൂട്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ ജാമ്യത്തിനടക്കം നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള അതാണ്. ഞങ്ങൾ കൂട്ടിൽ നിന്നിട്ടില്ല, ഞങ്ങൾ ജാമ്യം എടുത്തിട്ടില്ല, ഞങ്ങൾ ഒന്നിനും ഞങ്ങൾ നിന്നിട്ടില്ല. അയാളെ സ്വയം ജാമ്യം എടുത്തു, അയാളെ സ്വയം എന്തായി അയാളെ വന്നിരുന്നിരിക്കുകയാണ്. ഞങ്ങളൊന്നും ഇതിനാളല്ല. ഈ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു രോഷമുണ്ട് ചെന്താമരയുടെ അടുത്ത്. അത് ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. ഇത് ചെയ്യാൻ പറഞ്ഞതാണോ ഇത് ചെയ്തത്? ആ കുടുംബത്തിനെ ഇതാക്കി ഞങ്ങൾക്ക് അത് ഭയങ്കര വേദനയുണ്ട്. ഇത് അവർക്ക് സംഭവിച്ചത് നമുക്ക് കുട്ടി മക്കളോടെ ഇരിക്കുന്നതല്ല. നല്ല വേദന, നല്ല ഇതുകൊണ്ട് ഈ ചെയ്തത് അനീതി തന്നെയാണ് ഇത് കാണിച്ചത്. അതിനുള്ള ശിക്ഷ അയാൾ പിന്നെ കോടതി എന്താണ് വെച്ച ശിക്ഷ നിലയ്ക്കോട്ടെ, തൂക്കുതണ്ടോ ഏത് വിധം വേണമെങ്കിലും അയാൾക്ക് ശിക്ഷ കൊടുത്തോട്ടെ. ഇങ്ങനെ ചെയ്ത ആൾക്ക് ശിക്ഷ കൊടുത്തേ മതിയാവൂ. ഇപ്പോ നാട്ടുകാർ പറയുന്നത് ഒന്നില്ലെങ്കിൽ വധശിക്ഷ നൽകണം, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇയാളെ വിട്ടു നൽകണം എന്ന തരത്തിലാണ്, ജനങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന തരത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയുള്ളത്? ഈ ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ഞങ്ങൾ പറയാൻ, ഞങ്ങൾക്ക് ശിക്ഷ അത് ഏത് വിധം വേണമെങ്കിലും ശിക്ഷ അനുഭവിച്ചോട്ടെ, ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് വിധം വേണമെങ്കിലും അത് ചെയ്തോട്ടെ. ഞങ്ങൾക്കൊന്നും അതിൽ ഇതാകാനോ എടുക്കാനോ അതിന് അയാളെ ഞങ്ങൾക്കത് ഇതേ ഇല്ല. അയാൾ ചെയ്ത ശിക്ഷ അയാൾ തന്നെ അനുഭവിച്ചോട്ടെ. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ചെന്താമര. അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും, കസ്റ്റഡിയിൽ വാങ്ങും. ഈ കൊലപാതകം അടക്കം വീണ്ടും റിക്രിയേറ്റ് ചെയ്ത് കൂടുതൽ തെളിവുകളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുമുണ്ട്.